സാർ നമസ്കാരം. ഇപ്പൊ കൽക്കിയാണ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെല്ലാം. കൽക്കി പ്രഭാസ് അഭിനയിച്ച മൂവിയാണ്. നമുക്കറിയാം, മഹാഭാരതവുമായിട്ട് റിലേറ്റ് ചെയ്ത് കൽക്കി അവതാരം ഇനി വരാൻ പോവുകയാണല്ലോ. അതായത് നമ്മുടെ 10 അവതാരങ്ങളുണ്ട് വിഷ്ണു പുരാണത്തിൽ. അവസാനം ഭഗവാൻ ശ്രീകൃഷ്ണൻ, അത് കഴിഞ്ഞ് കൽക്കി അവതാരം കലിയുഗത്തിൽ പിറവിയെടുക്കും എന്ന് പറഞ്ഞ ഒരു ആസ്പെക്റ്റിലാണ് ആ മൂവി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ മൂവി മുന്നോട്ട് പോകുമ്പോൾ 1000 കോടി ക്ലബിലേക്കൊക്കെ ക്ലബിലൊക്കെ ഇടം പിടിക്കാനായിട്ട് പോവുകയാണ് ആ സിനിമ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചർച്ച നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൽക്കി മൂവിയിൽ കർണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അർജുനൻ എന്ന് പറയുന്ന ക്യാരക്ടർ കർണനെക്കാട്ടിലും പവർഫുൾ അല്ല എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊരു കൗതുകം, യഥാർത്ഥത്തിൽ കർണൻ എന്ന് പറയുന്ന ക്യാരക്ടർ അർജുനൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെക്കാട്ടിലും ശക്തിയുള്ള അല്ലെങ്കിൽ അത്യധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ? പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. കർണന് മാതാവും ഇല്ലായിരുന്നു, പിതാവും ഇല്ലായിരുന്നു, ഗുരുവും ഇല്ലായിരുന്നു. പരശുരാമനും കൈയൊഴിഞ്ഞു, ദൈവം പോലും കർണന്റെ ഭാഗത്തില്ലായിരുന്നു. കർണൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് പറഞ്ഞുകൊണ്ടുള്ള ആധുനിക രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു വസ്തുത? കർണൻ എന്ന് പറയുന്ന ആള് ഭഗവാൻ ശ്രീകൃഷ്ണന് പോലും പരാജയപ്പെടുത്താൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണോ അതിനകത്ത്? അതേ അർജുനനും കർണനും സമാസമന്മാരാണോ, അല്ലെങ്കിൽ അർജുനനാണോ കർണനാണോ ഒരുപടി മുകളിൽ? നമസ്കാരം ധനുഷ്. നോക്കൂ, അടിസ്ഥാനപരമായി മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം മുന്നോട്ട് വെക്കുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷമാണ്. ധർമാധർമ്മങ്ങളുടെ യുദ്ധമാണ്, ധർമ്മയുദ്ധമാണ്. അതിൽ ധർമ്മത്തിന്റെ വിജയത്തെയാണ് മഹാഭാരതം സൂചിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ ഇതിഹാസം ഉണ്ടായത് തന്നെ. ഇതിൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ ചോദ്യം. നിങ്ങൾ ധർമ്മത്തിന്റെ പക്ഷത്താണോ നിൽക്കുന്നത്, അതോ നിങ്ങൾ അധർമ്മത്തിന്റെ പക്ഷത്താണോ നിൽക്കുന്നത്? ഇതാണ് യഥാർത്ഥ ചോദ്യം. നിങ്ങൾ നിൽക്കുന്ന പക്ഷത്തിനനുസരിച്ച് നിങ്ങളുടെ വീക്ഷണകോണും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ ഭീഷ്മ ഈ കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ കർണൻ അർജുനനേക്കാൾ വലിയ യോദ്ധാവാണ് എന്ന് പറയുന്നുണ്ട്. പറയുന്നത് ആരാണ്? പറയുന്നത് അശ്വത്ഥാമാവിന്റെ കഥാപാത്രമാണ്. അശ്വത്ഥാമാവ് ധർമ്മയുദ്ധത്തിൽ ഏത് പക്ഷത്ത് നിന്നിരുന്ന ആളാണ്? കൗരവരുടെ പക്ഷത്ത് നിന്നിരുന്ന ആളാണ്. ദ്രോണരുടെ മകനാണ്. ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രയോഗിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ചിരഞ്ജീവികളിൽ ശപിക്കപ്പെട്ട ചിരഞ്ജീവി അശ്വത്ഥാമാവ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത് ഒരു വരമാണ്. ലോകാവസാനം വരെ മനുഷ്യരുള്ളിടത്തോളം കാലം ജീവിക്കും എന്നുള്ളത് വരാണെങ്കിൽ അശ്വത്ഥാമാവിന് അത് ശാപമാണ്. നിനക്ക് മരണം, നിനക്ക് മുക്തി എന്ന് പറയുന്നതില്ല, നീ എല്ലാ കാലത്തും നരകിക്കട്ടെ, യാതനകൾ സഹിക്കട്ടെ, വേദന സഹിക്കട്ടെ എന്ന് ശപിച്ചിട്ട് മരണമില്ലാത്ത അവസ്ഥ കൊടുക്കുകയാണ് ചെയ്തത്. അശ്വത്ഥാമാവിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കർണനായിരിക്കും വലിയ യോദ്ധാവ്, ദുര്യോധനായിരിക്കും വലിയ യോദ്ധാവ്. നമ്മുടെ നാട്ടിലും അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അവർ രാമായണം വായിക്കുമ്പോൾ അവർ രാമൻ അധർമ്മിയാണെന്നും രാവണനായിരുന്നു യഥാർത്ഥത്തിലുള്ള ധർമ്മിഷ്ഠനെന്നും പറയും. അവര് മഹാഭാരതം വായിക്കുമ്പോൾ അവർ കൗരവരായിരുന്നു ശരിക്കുള്ള ധർമ്മിഷ്ഠന്മാരെന്നും പാണ്ഡവര് വളരെ മോശക്കാരായിരുന്നു എന്നും പറയും. അവര് ജരാസന്ധൻ നല്ലവനായിരുന്നു എന്നും, അല്ലെങ്കിൽ കംസൻ നല്ലവനായിരുന്നു എന്നും, അതല്ലെങ്കിൽ ശിശുപാലൻ നല്ലവനായിരുന്നു എന്നും പറയും. പക്ഷെ കൃഷ്ണൻ എല്ലാ സമയത്തും അധർമ്മിയായിരുന്നു എന്ന് പറയും. നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം. നിങ്ങൾ ഫാക്ച്വലി പരിശോധിച്ചു കഴിഞ്ഞാൽ കർണനാണോ അർജുനനാണോ വലിയ യോദ്ധാവ്? ഇതാണോ ചോദ്യം? മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ് ഇവർ രണ്ടുപേരുമെങ്കിലും മഹാഭാരതം എന്ന ഇതിഹാസം കൊണ്ട് പരിശോധിക്കുമ്പോൾ അർജുനനാണ് വലിയ യോദ്ധാവ്, സംശയമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ഫാക്ട്സ് എടുത്ത് മാത്രം പരിശോധിച്ചാൽ മതി. മഹാഭാരതത്തിൽ അർജുനനും കർണനും തമ്മിൽ നേരിട്ടിട്ട് ഏർപ്പെട്ടിട്ടുള്ള എത്രയോ യുദ്ധങ്ങളുണ്ട്. മഹാഭാരത യുദ്ധം അതിൽ അവസാനത്തെ യുദ്ധം മാത്രമാണ്. മഹാഭാരത യുദ്ധത്തിന് മുൻപ് 3 തവണ അർജുനനും കർണനും തമ്മിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ 3 യുദ്ധത്തിലും അർജുനനാണ് ജയിക്കുന്നത്. ഒരു തവണ പോലും ഈ പറയുന്ന കർണന്റെ രഥചക്രം മണ്ണിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ആദ്യം ദ്രൗപദി സ്വയംവരവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നം. ദ്രൗപദി സ്വയംവരത്തിൽ ദുര്യോധന്റെ നേതൃത്വത്തിൽ കൗരവന്മാർ മുഴുവൻ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ക്ഷത്രിയന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഈ പറയുന്ന ശൈവചാപം ഉയർത്താൻ സാധിക്കുന്നില്ല. അവസാനം ബ്രാഹ്മണ വേഷധാരികളായിട്ടുള്ള പാണ്ഡവന്മാർ അവിടെ വരുന്നു. അർജുനൻ ശൈവചാപം ഉയർത്തുന്നു. അദ്ദേഹം ദ്രൗപദിയെ വരിക്കുന്നു. ഇവിടെയുള്ള ഈ സ്വയംവരത്തിൽ പരാജയപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ രാജാക്കന്മാരും വളരെ ക്രുദ്ധരായി, അസൂയാലുക്കളായി. അവര് ക്ഷത്രിയനല്ലാത്ത ഒരാൾക്ക് മകളെ വിവാഹം ചെയ്ത് കൊടുത്തതിന് ദ്രുപദനെതിരെ തിരിയുന്നു. ദ്രുപദനെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. ദ്രൗപദിയെ തീയിട്ട് കൊല്ലണം എന്നാ പറയുന്നത്. ദ്രൗപദിയെ ചുട്ടുകൊല്ലണം എന്നാണ് പറയുന്നത്. അങ്ങനെ കർണൻ കൂടി ഉൾപ്പെടുന്ന ഒരു സൈന്യമാണ് ദ്രുപദനെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നത്. ദുര്യോധന്റെ നേതൃത്വത്തിൽ കർണനും കൂടി ഉൾപ്പെടുന്ന ഒരു സൈന്യമാണ് ദ്രുപദനെതിരെ യുദ്ധം നയിക്കുന്നത്. അതിൽ ദ്രുപദന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പാണ്ഡവരാണ്. എന്നിട്ട് ഇവരെല്ലാവരും പരാജയപ്പെടുകയാണ് യുദ്ധത്തിൽ ചെയ്തത്. ആ യുദ്ധത്തിൽ ഇത് അർജുനനാണെന്ന് തിരിച്ചറിയാത്ത കർണൻ തന്നെ അർജുനനെ പറ്റി പറയുന്നത് ഇയാള് സാധാരണ മനുഷ്യനല്ല, ഇയാള് സാക്ഷാൽ പരശുരാമനാണോ, ഇയാള് ദ്രോണാചാര്യരാണോ, ഇയാള് ഈശ്വരാംശമുള്ള ഏതോ ഒരാളാണെന്ന് ഞാൻ സംശയിക്കുന്നു, സാക്ഷാൽ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണോ എന്നൊക്കെ കർണൻ അർജുനന്റെ യുദ്ധം കണ്ട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നിട്ട് യുദ്ധത്തിൽ ഇവരെല്ലാം നിലംപരിശായി, എല്ലാവരും ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ദ്രൗപദിയെ കൊണ്ട് അർജുനനും
ബാക്കിയുള്ളവരും വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് ആദ്യത്തെ യുദ്ധം, ദ്രുപദ യുദ്ധം എന്ന് പറയുന്നത്. രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് വനവാസ കാലഘട്ടത്തിൽ, ഈ 14 വർഷത്തെ വനവാസം ഉണ്ടല്ലോ, വനവാസ അതെ. കാലഘട്ടത്തിൽ ഈ കാട്ടിൽ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് ജീവിക്കുന്ന പാണ്ഡവന്മാരെ തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ സമൃദ്ധിയും തങ്ങളുടെ സുഖലോലുപതിയും ഒക്കെ കാണിച്ചിട്ട് ഒന്ന് അസൂയപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ദുര്യോധനൻ സൈന്യവും ഒക്കെ ആയിട്ട് കാട്ടിലേക്ക് പോകും. രഥവും എല്ലാ സംവിധാനങ്ങളും എല്ലാ ആഡംബരങ്ങളും ഒക്കെ ആയിട്ട് കാട്ടിലേക്ക് പോയിട്ട് അവരുടെ മുമ്പ് വെറുതെ തിന്നും കുടിച്ചും കാണിക്കുക, നിങ്ങൾ എന്താണ് മിസ് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന്റെ ഒരു സന്തോഷത്തിനാണ്. കർണനും കൂടെ പോകാറുണ്ട് എല്ലാ വട്ടവും. അപ്പൊ ഒരു തവണ അങ്ങനെ പോയ സമയത്ത് അവിടെ ചിത്രസേനൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ തന്റെ സഖിമാര് മൊത്തിട്ട് ഒരു പുഴയിൽ കുളിക്കുകയോ മറ്റോ ആയിരുന്നു. ഇത് ഗന്ധർവനാണെന്ന് തിരിച്ചറിയാത്ത ഈ കൗരവന്മാരിൽ ആരോ ഏതോ ആയിട്ട് പെരുമാറി ചിത്രസേനൻ ഇവരെ മുഴുവൻ നിലപരിശാക്കി. ചിത്രസേനൻ എന്ന് പറയുന്നത് മഹായോദ്ധാവായിട്ടുള്ള ആളാണ്. ചിത്രസേനനോട് യുദ്ധം ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ ഈ കൗരവസേനയ്ക്ക് മുഴുവൻ പറ്റുന്നില്ല. കർണൻ ആ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ചിത്രസേനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കാതെ ദയനീയമായി പരാജയപ്പെട്ടിട്ട് കർണൻ ഓടിപ്പോയി. ദുര്യോധന ആദിയായിട്ടുള്ള മുഴുവൻ കൗരവന്മാരെയും ചിത്രസേനൻ പിടിച്ചു കെട്ടി. ഈ കൂട്ടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഓടിപ്പോയിട്ടുള്ള ഏതോ ഒരാള് പാണ്ഡവന്മാരുടെ അടുത്തെത്തിയിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, അങ്ങയുടെ സഹോദരന്മാരായിട്ടുള്ള കൗരവന്മാരെ മുഴുവനോടെ ചിത്രസേനൻ എന്ന് പറയുന്ന ഗന്ധർവൻ കെട്ടിയിട്ടിരിക്കുകയാണ്, ദയവായിട്ട് അവരെ വന്ന് മോചിപ്പിക്കണം എന്ന്. അപ്പൊ ഭീമൻ പറഞ്ഞു, നല്ല കാര്യമായി, ഞങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് നല്ല പണി കിട്ടിയല്ലോ, അവിടെ കിടക്കട്ടെ, ആരും വരുന്നില്ല രക്ഷിക്കാന്ന്. അപ്പോഴാണ് യുധിഷ്ഠിരന്റെ മഹാവാക്യം ഉണ്ടാവുന്നത്, വയം പഞ്ചാധികം ശതം. നമ്മൾ പരസ്പരം കലഹിക്കുന്ന സമയത്ത് അവര് 100ഉം നമ്മൾ 5ഉമാണ്. പക്ഷെ പുറമെ നിന്നൊരാൾ വരുമ്പോ നമ്മൾ 100ഉം അവര് 5ഉം അല്ല, നമ്മൾ 105ആണ്. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വയം പഞ്ചാധികം ശതം ഇതൊരു മഹാവാക്യമായിട്ട് പരിഗണിക്കുന്നതാണ്. അങ്ങനെയാണ് യുധിഷ്ഠിരന്റെ ആജ്ഞ പ്രകാരം അർജുനൻ ചിത്രസേനനോട് യുദ്ധത്തിൽ പോകുന്നു. 1,00,000 ഗന്ധർവന്മാരെ അർജുനൻ ഒറ്റയ്ക്ക് വധിക്കുന്നു. ഇത് സാക്ഷാൽ അർജുനനാണെന്ന് ചിത്രസേനൻ മനസ്സിലാക്കുമ്പോൾ ഇവര് ദേവലോകത്ത് വെച്ച് പിന്നെ കണ്ടിട്ടുണ്ട്. അർജുനന് വരമായിട്ട് ഈ പറയുന്ന ദുര്യോധനൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കൗരവന്മാരെയും വെറുതെ വിട്ടു. അപ്പോ ആത്മസുഹൃത്തായിട്ടുള്ള ദുര്യോധനെ യുദ്ധഭൂമിയിൽ ഉപേക്ഷിച്ച് കർണൻ ഓടിപ്പോയപ്പോ ശത്രുവാണെങ്കിൽ പോലും തന്റെ സഹോദരനാണെന്ന് കരുതിയിട്ട് ദുര്യോധനെ അവിടെ നിന്ന് രക്ഷിച്ചു വിടുന്നത് അർജുനാണ്. ഇതാണ് രണ്ടാമത്തെ യുദ്ധം. മൂന്നാമത്തെ യുദ്ധം വിരാട യുദ്ധം. അതായത് അജ്ഞാതവാസ കാലത്ത് ഈ പറയുന്ന ഇവരുടെ വനവാസത്തിന്റെ വ്യവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ 14 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവുമാണ്. അവസാനത്തെ വർഷം ആരും തിരിച്ചറിയാണ്ട് താമസിക്കണം. നിങ്ങളെ പാണ്ഡവരാണെന്നോ പാണ്ഡുപുത്രന്മാരാണെന്നോ ആർക്കും മനസ്സിലാവരുത്. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും 14 വർഷത്തെ വനവാസത്തിന് പോകണം. അപ്പൊ ആ സമയത്താണ് ഇവര് വേഷം മാറിയിട്ട് അർജുനൻ ബൃഹന്നള എന്ന് പറയുന്ന സ്ത്രീയായിട്ടും ഭീമൻ മറ്റേ കുതിരക്കാരനായിട്ടും ഒക്കെ താമസിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് വിരാടന്റെ കൊട്ടാരത്തിലാണ് ഉത്തരയുടെ മറ്റേ പരിചാരികയായിട്ടാണ് ബൃഹന്നള താമസിക്കുന്ന സമയം. ആ സമയത്ത് എന്താണ് മഹാഭാരതത്തിലെ ഗോഹരണ പർവം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് വിരാടന്റെ പശുക്കളെ മോഷ്ടിക്കാൻ വേണ്ടി ദുര്യോധനന്റെ നേതൃത്വത്തിൽ കൗരവസേന വരുന്നു. ആരാ നേതൃത്വം കൊടുക്കുന്നത്? കർണനാണ്. കർണനും ഈ പറഞ്ഞ പരിവാരങ്ങളും എല്ലാരും കൂടിയിട്ട് വിരാടന്റെ പശുക്കളെ മോഷ്ടിക്കാൻ വരികയാണ്. അപ്പൊ ഇവര് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ അർജുനൻ ഇവിടെ താമസിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ പശുക്കളെ മോഷ്ടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വിരാടൻ യുദ്ധത്തിന് വരും. വിരാടൻ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മളോട് പിടിച്ചേക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അർജുനൻ അവിടെ ഉണ്ടെങ്കിൽ അർജുനൻ ഇറങ്ങി വരേണ്ടി വരും. അർജുനൻ ഇറങ്ങി വന്ന് അർജുനെ പിടിക്കാം. അപ്പൊ ഇവര് വീണ്ടും 14 വർഷം കാട്ടിക്ക് പോവല്ലോ എന്നുള്ളതാണ് ബുദ്ധി. എല്ലാ ചതിപ്രയോഗത്തിലും കർണന്റെ പിന്തുണയുണ്ട്. ഈ പറയുന്ന കള്ളച്ചൂത് കളിച്ചാലും ദ്രൗപദിയെ സഭയിൽ വെച്ച് ആക്ഷേപിച്ചാലും ഇവരെ 14 വർഷം കാട്ടിലേക്ക് വിട്ടാലും ഈ പശുവിനെ മോഷ്ടിക്കാൻ പോയതിൽ വരെ കർണനുണ്ട്. പക്ഷെ ധർമ്മത്തിന്റെ എന്തോ ദാനധർമ്മിഷ്ഠനാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ എന്നിട്ട് ഈ വിരാട യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അർജുനൻ ഉത്തരയാണ് യുദ്ധത്തിന് അയക്കുന്നത്. ഉത്തരയുടെ കുതിരക്കാരനായിട്ടാണ് ബൃഹന്നള പോകുന്നത്. എന്നിട്ട് ഉത്തരനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്ന മട്ടിൽ അർജുനൻ തന്നെ യുദ്ധം ഏറ്റെടുക്കുകയും ബൃഹന്നള ഈ യുദ്ധത്തിൽ ഈ പറയുന്ന മുഴുവൻ മഹാരഥന്മാരെയും കർണൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മഹാരഥന്മാരെയും ആ സമയത്താണല്ലോ ഉത്തരനെ കൊണ്ട് അറിയില്ലേ മറ്റേ മരത്തിന്റെ മുകളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന അസ്ത്രങ്ങളൊക്കെ എടുപ്പിക്കുന്നത്, ഗാന്ധീവമൊക്കെ എടുപ്പിക്കുന്നത്. ഗാന്ധീവം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ ഉഗ്രനാഗങ്ങള് ഈ ഗാന്ധീവത്തിന് കാവല് നിൽക്കുകയാണ്. അപ്പോ ഭയം മാറാൻ വേണ്ടി ചൊല്ലിക്കൊടുത്താണ് അത്ര അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയൻ. ഇപ്പോഴും കുട്ടികൾ പേടിച്ചു കഴിഞ്ഞാൽ രാത്രി ചൊല്ലാൻ പറയും അർജുനൻ, ഫൽഗുനൻ. അത് ഈ പറയുന്ന ഗാന്ധീവം എടുക്കാൻ പോയ സമയത്ത് ഉത്തരന് ധൈര്യം വരാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാ. അങ്ങനെ ഉത്തരനെ മുൻനിർത്തിയിട്ട് ബൃഹന്നളയായിട്ട് സ്ത്രീവേഷധാരിയായിട്ട് അർജുനൻ ഈ മഹാരഥന്മാരെ മുഴുവൻ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുകയും കർണൻ ഉൾപ്പെടെ സകല ആളുകളും യുദ്ധത്തിൽ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്തു. അർജുനന്റെ മുന്നിൽ നിൽക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ 3 യുദ്ധങ്ങൾ മഹാഭാരതത്തിന് മുൻപ് സംഭവിക്കുന്നുണ്ട്, ധർമ്മയുദ്ധത്തിന് മുമ്പ് സംഭവിക്കുന്നുണ്ട്. 3 യുദ്ധത്തിലും കർണൻ പരാജയപ്പെട്ടല്ലോ. ഈ മഹാഭാരത യുദ്ധത്തിൽ 3 തവണ ഈ 17ാമത്തെ ദിവസമാണ് കർണൻ കൊല്ലപ്പെടുന്നത്. 17ാമത്തെ ദിവസത്തിന് മുൻപ് 3 വട്ടം ഈ കർണൻ അർജുനനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. 3 വട്ടവും കർണൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു തവണ പോലും അർജുനന്റെ മേലെ വിജയം നേടാൻ ഈ പറയുന്ന കർണന് സാധിക്കുന്നില്ല. 11ാമത്തെ ദിവസത്തെ യുദ്ധത്തിൽ കർണനും അർജുനനും കൂടി നേരിട്ട് ഇടപെടുന്നുണ്ട്. ആ സമയത്ത് എന്താണ് എന്താ പറയുക ശത്രുഞ്ജയനോ
അങ്ങനെയുള്ള 2-3 ഉം, സഹോദരന്മാരൊക്കെ ഉണ്ട്. ഈ സഹോദരന്മാരെ മുഴുവൻ ഉം, അർജുനൻ സംഹരിക്കുന്നുണ്ട്. എന്നാൽ അർജുനന്റെ കൂടെയുള്ള പക്ഷത്തുള്ള ഒരാളെ പോലും കർണന് തൊടാൻ സാധിക്കുന്നില്ല. പിന്നീട് ഉം, 14-ാമത്തെ യുദ്ധം വളരെ വിശേഷമാണ്. കാരണം അന്നാണ് ജയദ്രഥനെ വധിക്കും എന്ന് അർജുനൻ ഉം, പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. കാരണം എന്റെ തലേ ദിവസം ഉം, അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ വെച്ച് ചതിച്ചു കൊല്ലുകയാണ്. ഓ, അപ്പൊ അതിന് പ്രതികാരമായിട്ട് അടുത്ത ദിവസം സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിന് മുൻപേ ഞാൻ ജയദ്രഥനെ ഉം, വധിക്കും എന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉം, ജയദ്രഥനെ വധിക്കാതിരിക്കാൻ വേണ്ടി അന്ന് ഈ കൗരവ സേന മുഴുവൻ ജയദ്രഥന് കവചം ഉണ്ടാക്കിയിട്ട് ജയദ്രഥനെ ഒരു സ്ഥലത്ത് ഉം, ഒളിപ്പിച്ചിട്ട് ഇയാൾക്ക് ചുറ്റും ഉം, അനേക വ്യൂഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ വ്യൂഹങ്ങളെ മുഴുവൻ സംഹരിച്ചിട്ടാണ് അവസാനം ജയദ്രഥന്റെ അടുത്ത് എത്തുന്നത്. 7 അക്ഷൗഹിണികളെ അർജുനൻ ഒറ്റയ്ക്ക് ഉം, സംഹരിച്ചു എന്നാണ്. അതില് കർണൻ അർജുനനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അന്ന് ഉം, 7 അക്ഷൗഹിണികളെ ഒറ്റയ്ക്ക് സംഹരിച്ചുകൊണ്ട് കർണനെയും ഉം, മറികടന്നുകൊണ്ടാണ് അർജുനൻ ജയദ്രഥന്റെ അടുത്ത് എത്തുന്നത്. എന്നിട്ട് ജയദ്രഥനെ ഒരു ഉം, അസ്ത്രം കൊണ്ട് ജയദ്രഥന്റെ തല അനേക കാതങ്ങൾക്ക് അപ്പുറം ജയദ്രഥന്റെ തല മണ്ണിൽ പതിച്ചു കഴിഞ്ഞാൽ സർവനാശം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മണ്ണിൽ ഉം, വീഴാണ്ടിരിക്കാൻ വേണ്ടി അയാളുടെ അച്ഛന്റെ മടിയിൽ കൊണ്ടുപോയിട്ടാണ് ആ തല ഇറക്കുന്നത്. അത്രയും ഉം, യുദ്ധമികവ് കാണിക്കുന്നുണ്ട്. അന്ന് കൗരവസേന മുഴുവൻ ഒറ്റയ്ക്ക് നിന്നിട്ടും അർജുനനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. 14-ാമത്തെ ദിവസം രാത്രി യുദ്ധം നടക്കുന്നുണ്ട്. ഉം, 14-ാമത്തെ ദിവസത്തിൽ രാത്രി യുദ്ധത്തിൽ കർണനും അർജുനനും തമ്മിൽ നേരിട്ട് ഇടപെടുന്നുണ്ട്. അന്നത്തെ ഉം, യുദ്ധത്തിലും എന്താണ് കർണന് അർജുനനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, കർണന്റെ അമ്പും വില്ലും അതേപോലെ തന്നെ ചക്രത്തിന്റെ ഇതും ഒക്കെ അർജുനൻ തകർക്കുന്നുണ്ട്. 16-ാമത്തെ ഉം, ദിവസം യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. 16-ാമത്തെ ഉം, ദിവസത്തിലെ യുദ്ധത്തിൽ പറയുന്നത് എന്താണ്, കർണന്റെ കയ്യിൽ അനേക ദിവ്യാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. കർണൻ ഉം, ആഗ്നേയാസ്ത്രം പോലെയുള്ള അസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അർജുനൻ ഉം, സാധാരണ അസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർണനെ എന്താണ് ഒന്നും ഉം. അല്ലാണ്ടാക്കി എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ മഹാഭാരതത്തിൽ നമ്മൾ ഉടനീളം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ 17-ാമത്തെ ദിവസത്തെ യുദ്ധത്തിൽ കർണൻ മരിച്ചു. നമ്മുടെ ആളുകൾ എന്താ എങ്കിലും ചെയ്യാന്ന് വെച്ചാൽ എങ്കിലും ഉം, എങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉം, ഒരു ഡൗട്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഡൗട്ട്. ഉം, ഇത്രയും ഉം. ദുർബലനായിരുന്നു കർണനെങ്കിൽ എന്തുകൊണ്ടാണ് കർണന്റെ കവചകുണ്ടലങ്ങൾ അടർത്തിയെടുത്താൽ മാത്രമേ കർണനെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദ്രനാണ് ഒരു ബ്രാഹ്മണന്റെ വേഷം കെട്ടിപ്പോയി കർണന്റെ കവചകുണ്ടലങ്ങൾ കർണനിൽ നിന്നും പറിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു മൂവ്മെന്റ് എന്തിനാണ് അവർ നടത്തിയത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ? അവിടെ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം പറയണം. ആദ്യം പറഞ്ഞല്ലോ ഉം, മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്നതിൽ കർണന് മാതാവ് ഉണ്ടായിരുന്നില്ല, കർണന് പിതാവ് ഉം, ഉണ്ടായിരുന്നില്ല, കർണന് ഗുരു ഉം, ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. കർണന് ഈ ഉം. പിതാവ് ഇല്ലായിരുന്നെങ്കിൽ കർണൻ എവിടെ നിന്നാണ് ഈ കവചകുണ്ടലം കിട്ടിയത്? കർണൻ ഈ ബാക്കിയുള്ളവരുടെ മേലെ ഒരു ഞാൻ അഡ്വാൻറ്റേജ് ഉദ്ദേശിച്ചത് ഉണ്ടായത് പിതാവ് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിരി ജീവിതകാലം മുഴുവൻ കർണന് സംരക്ഷണമായിരുന്ന കർണന്റെ കവചകുണ്ടലങ്ങൾ, അയാളുടെ ദിവ്യ ഉം, പ്രഭാവത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം ഇയാളുടെ ഉം, കവചകുണ്ടലങ്ങളാണല്ലോ. അത് സൂര്യപുത്രനാണ് കർണൻ. സൂര്യൻ ജന്മനാൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഒരു വിശേഷമാണല്ലോ കർണനെ ഒരു വേറിട്ട് നിർത്തുന്നത്. ഞാനൊരു കാര്യം ഉം, ചോദിക്കട്ടെ. കർണന് ഉം, ഈ പറയുന്ന മഹാഭാരത യുദ്ധത്തിൽ അർജുനനുമായിട്ട് നേരിട്ട് ഏർപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളിലല്ലാതെ ഉം, കർണൻ ഉം. വ്യക്തിഗതമായിട്ടുള്ള മികവ് പുലർത്തിയിട്ടുള്ള, കർണൻ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം പറയാൻ പറ്റുമോ? കർണന്റെ ഗ്ലോറി എന്ന് പറയുന്നത് അർജുനനെ റിവോൾവ് ചെയ്ത് മാത്രം നിൽക്കുന്ന ഒരു സാധനമാണ്. അർജുനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇല്ലെങ്കിൽ കർണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം അർജുനനോടുള്ള മത്സരമാണ് കർണനെ സൃഷ്ടിക്കുന്നത്. അർജുനനോടുള്ള പക, അർജുനനോടുള്ള അസൂയ, അർജുനനെ മറികടക്കണമെന്ന ആഗ്രഹം. ഇതുകൊണ്ട് അർജുനൻ എന്ത് ചെയ്യുന്നോ അതേപോലെ ചെയ്യാൻ ശ്രമിക്കുകയും അതിനേക്കാൾ നന്നായി ചെയ്യാൻ ശ്രമിക്കുകയാണ്. അർജുനൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് കർണനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഇൻഡിപെൻഡന്റ് ഗ്ലോറി ഉണ്ട്. കർണൻ എന്നല്ല, ഉം. ലോകത്തുള്ള മുഴുവൻ യോദ്ധാക്കളെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ലോകം കഴിഞ്ഞപ്പോ അവസാനം ദേവലോകത്ത് ദേവേന്ദ്രനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഗാണ്ഡവനം ദഹിപ്പിക്കുന്ന സമയത്ത് ആരോടാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത്? സാക്ഷാൽ ദേവേന്ദ്രനോടാണ്. തന്റെ അച്ഛനാണ് ദേവേന്ദ്രൻ. കർണൻ സൂര്യപുത്രനാണെങ്കിൽ അർജുനൻ ഇന്ദ്രപുത്രനാണ്. അപ്പോ ഇന്ദ്രന്റെ ഉം. മകനാണ്. ആ ഇന്ദ്രനോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഇന്ദ്രാദികളെ മുഴുവൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നുണ്ട്. പോട്ടെ, ദേവേന്ദ്രനെയും സൈന്യത്തെയും പോട്ടെ, സാക്ഷാൽ പരമശിവനോട് യുദ്ധം ചെയ്തിട്ടുണ്ട് അർജുനൻ. അതായത് വനവാസ ഉം. കാലഘട്ടത്തിൽ കിരാതരൂപിയായിട്ട് വന്നിട്ടുള്ള സാക്ഷാൽ കിരാതമൂർത്തിയായിട്ടുള്ള പരമശിവനോട് യുദ്ധം ചെയ്യുകയും ആ ഉം. യുദ്ധത്തിൽ അർജുനന്റെ വൈഭവവും മികവും കണ്ടിട്ട് പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഒരു അസ്ത്രം അനുഗ്രഹിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വമേധ യാഗം നടത്തിയിട്ടുള്ള സമയത്ത് വടക്കൻ ദിക്കിലേക്കുള്ള മുഴുവൻ രാജാക്കന്മാരെ അർജുനൻ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തുന്നുണ്ട്. യുദ്ധത്തിന് ശേഷം മറ്റേ എന്താണ് ഇത് രാജസൂയം നടത്തിയ സമയത്ത് ലോകത്തുള്ള മുഴുവൻ ചക്രവർത്തിമാരെയും അർജുനന്റെ ഒറ്റ ബലം കൊണ്ട് പരാജയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉം. ഒരു ഇതുണ്ടല്ലോ, ധർമ്മ സംവാദം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, യക്ഷപ്രശ്നം. ഉം. യക്ഷപ്രശ്നത്തില് യക്ഷൻ അർജുനോട് യുധിഷ്ഠിരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നകുലനെ പുനർജീവിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് നിങ്ങൾ അർജുനനെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോ യക്ഷൻ അതെ, അതെ. ചോദിക്കുന്ന ചോദ്യം, 1000 ആനകളുടെ കരുത്തുള്ള ഭീമൻ ഏതു മഹായുദ്ധവും ഒറ്റയ്ക്ക് ജയിക്കാൻ പോകുന്ന അർജുനൻ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ മഹാഭാരതത്തിൽ ഞാൻ പറഞ്ഞ ഈ
മറ്റേ 14-ാമത്തെയോ 16-ാമത്തെയോ ദിവസത്തെ യുദ്ധം. അന്ന് അർജുനനോട് 8 യോദ്ധാക്കളാണ് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നത്. ദുര്യോധനനും കർണൻ ഉൾപ്പെടെയുള്ള 8 യോദ്ധാക്കളുമാണ് ഒരുമിച്ച് യുദ്ധം ചെയ്യുന്നത്. 8 പേരെയും അർജുനൻ പരാജയപ്പെടുത്തുകയാണ്. അതിനെപ്പറ്റി സാത്യകി പറയുന്നത്, ആ മഹാഭാരതത്തിൽ സാത്യകിയുടെ വചകം എന്ന് പറയുന്നത്, ഒരു രാജാവ് പോലും കർണൻ ഉൾപ്പെടെ, അത് കോട്ടിലാണ് പറയുന്നത്, കർണൻ ഉൾപ്പെടെയുള്ള ഒരു രഥൻ പോലും അർജുനന്റെ 16-ൽ ഒരു അംശത്തേക്കുള്ള മികവ് കാണിച്ചില്ല എന്നാണ്. അപ്പൊ അർജുനന്റെ 16-ൽ ഒരു ഭാഗത്തേക്കുള്ള മികവ് 8 പേര് കൂടി ചേർന്നിട്ടും ഒരാൾക്ക് പോലും കാണിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുനന്റെ ഗ്ലോറി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അർജുനൻ ഭൂമിയിലെ മുഴുവൻ ആൾക്കാരെയും പരാജയപ്പെടുത്തി, ദേവലോകത്ത് പോയിട്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരെയും പരാജയപ്പെടുത്തി, പാതാളത്തിൽ പോയിട്ട് പാതാളത്തിലുള്ള എന്താണ് രാവണനും കുംഭകർണനും കൊല്ലാൻ സാധിക്കാത്ത നിവാതക ഇത്രയും എന്താണ് ഇത്രയും നിവാതക ഇത്രയും ഗ്ലോറി എന്തോ പറയുന്ന ഓക്കെ രാജാവുണ്ടല്ലോ. ഇത്രയും ഗ്ലോറി ഉള്ള ഒരു ആള് എന്തിനാണ് കർണന്റെ കവചകുണ്ടലങ്ങൾ ഊരി മേടിച്ചത് എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് ഇപ്പോഴും നിൽക്കുകയാണ്. അർജുനനല്ലല്ലോ കവചകുണ്ടലം മേടിക്കുന്നത്. പിതൃവാത്സല്യത്തിന്റെ ഭാഗമായിട്ട് എന്തിനാണോ സൂര്യൻ കർണന് കവചകുണ്ടലങ്ങൾ കൊടുത്തത്? ഒരു യുദ്ധത്തിലും എന്റെ മകൻ പരാജയപ്പെടേണ്ട, മകൻ ഒരു സംരക്ഷണം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അത് പിതൃവാത്സല്യമല്ലേ? അതേ വാത്സല്യത്തിന്റെ ഇൻവേഴ്സ് ആണ് തന്റെ മകൻ ഒരു ബുദ്ധിമുട്ടുണ്ട കവചകുണ്ടലങ്ങൾ കൊണ്ട് തന്റെ മകൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ദ്രൻ പോയിട്ട് ബ്രാഹ്മണന്റെ വേഷത്തിൽ പോയിട്ട് അത് ചോദിച്ചു മേടിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ദ്രൻ ഈ പറയുന്ന ഭിക്ഷ യാചിക്കുന്നു, ധർമ്മം ചോദിക്കുന്നു, ഇത് കർണൻ കൊടുക്കുമെന്ന് ഇന്ദ്രൻ ധരിച്ചിട്ടില്ല. ഇന്ദ്രൻ ധരിച്ചത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്, അപ്പൊ തരില്ല എന്ന് പറയും. അപ്പൊ വലിയ ധർമ്മിഷ്ഠനാണ് എന്നുള്ള ഈ പേര് അത് അവിടെ നഷ്ടപ്പെടുമല്ലോ, ഇയാളുടെ കീർത്തി ഇല്ലാണ്ടാവുമല്ലോ എന്നാണ്. പക്ഷെ ഇന്ദ്രനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കർണൻ അദ്ദേഹത്തിന്റെ കവചകുണ്ടലങ്ങൾ കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ഇന്ദ്രൻ ഒരു ഇന്ദ്രദണ്ഡ് എന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു അസ്ത്രം കൊടുക്കുന്നുണ്ട്. ആ അസ്ത്രം ഏത് യുദ്ധത്തിലും ജയിക്കാൻ പോകുന്ന അസ്ത്രമാണെന്നും അത് പ്രയോഗിച്ചാൽ ഏത് ശത്രുവിനെയും, അർജുനൻ ഉൾപ്പെടെയുള്ള ഏത് ശത്രുവിനെയും സംഹരിക്കാൻ ഈ ഒരൊറ്റ അസ്ത്രം മതി എന്നും പറഞ്ഞിട്ട് ആ അസ്ത്രം കൊടുക്കുന്നുണ്ട്. അത് അർജുനനെ കൊല്ലാൻ വേണ്ടി കർണൻ കരുതി വെച്ചിരുന്ന അസ്ത്രമാണ്. ഘടോത്കചന്റെ മറ്റേ യുദ്ധവൈഭവം കണ്ടപ്പോ, ഘടോത്കചൻ ഈ കൗരവസേനയെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ദുര്യോധനൻ നിർബന്ധമായിട്ട് പറയാണ്, ഈ ഘടോത്കചൻ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷയൊന്നുമില്ല, ഘടോത്കചൻ മരിച്ചിട്ടല്ലേ പിന്നെ അത് അർജുനെ ഞാൻ കൊല്ലുന്നത്. കണ്ടിട്ടുണ്ട്. ഘടോത്കച ഈ അസ്ത്രം പ്രയോഗിക്കാനാണ് ഘടോത്കചനെ ഇറക്കിയത്. അപ്പൊ പക്ഷെ ഈ പറഞ്ഞതിൽ എനിക്ക് തീരെ ദഹിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ദ്രൻ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർണന്റെ കയ്യിൽ നിന്ന് കവചകുണ്ടലം മേടിക്കാൻ പോയത്. പക്ഷെ കർണൻ കവചകുണ്ടലം കൊടുത്തപ്പോ സ്വന്തം മകനെ പോലും നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു അസ്ത്രം കർണന് ഇന്ദ്രൻ തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എനിക്കത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് അപ്പൊ ഇന്ദ്രന് കുറവ് സംഭവിച്ചു അവിടെ. ഇന്ദ്രൻ വിചാരിച്ച എന്താ വെച്ചാൽ ഇയാളുടെ ഗ്ലോറിനെ ഇടിക്കുക, ഇയാളെ എന്ന് പരിഹസിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം അത് കൊടുത്തപ്പോ കൂടുതൽ കീർത്തിമാനായി. അതിന്റെ മുമ്പിൽ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇന്ദ്രൻ അവിടെ ഹ്യൂമിലിയേറ്റഡ് ആയി, ഇന്ദ്രൻ അവിടെ ഹംബിൾഡ് ആയി. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തും തരാൻ, ഇതിന് പകരമായിട്ട് ഇത് എന്താണോ നിനക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം, ആ നഷ്ടത്തെ നികത്തുന്നത് എന്തും തരാൻ താൻ തയ്യാറാണെന്നുള്ള മനോഭാവത്തിലേക്ക് ഇന്ദ്രൻ മാറി. അപ്പൊ ഇന്ദ്രൻ അങ്ങനെ കൊടുത്തു. ഞാൻ പറയുന്നത്, മഹാഭാരതത്തിൽ നമ്മൾ കർണൻ ഒരു മോശം ആളാണ്, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ കർണൻ ഒരു മോശം യോദ്ധാവാന്നൊരു വാദം ആർക്കുമില്ല. കർണൻ മികച്ച യോദ്ധാവാണ്. പക്ഷെ ഇവിടെ ഇപ്പോ ഈ കർണൻ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, കർണന്റെ ഗ്ലോറിയെ മഹാഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട്, മഹാഭാരതത്തിൽ ഈ ധർമ്മപക്ഷം എന്ന് പറയുന്നതൊക്കെ അധർമ്മമാണ്, അർജുനൻ എന്ന് പറഞ്ഞാൽ തീരെ മോശമാണ്, ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചതിയനാണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണോ രാമായണത്തിൽ രാമനെ മോശക്കാരനും രാവണനെ നല്ലവനും ആക്കുന്നത്, അതേപോലെ ധർമ്മം എന്താണ് അധർമ്മം എന്താണ്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധത്തിലെ ധർമ്മത്തിന്റെ പക്ഷത്തെ വിജയം എന്ന സന്ദേശത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇതിഹാസത്തിലെ തന്നെ അധർമ്മ പക്ഷത്തെ എടുത്തുകൊണ്ട് ഇവരായിരുന്നു ശരിക്കുള്ള പക്ഷം എന്ന് പറയുകയും, മഹാഭാരതത്തിന്റെ ആകെ സന്ദേശത്തെ റദ്ദ് ചെയ്യുന്നത് പോലെ ഇവർ ഫാൻ ഗ്രൂപ്പുകളെ പോലെ പെരുമാറുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെയല്ല യഥാർത്ഥത്തിലുള്ള സംഭവം. നിങ്ങൾ വായിച്ചിട്ടുള്ളത് MTയുടെ രണ്ടാം ഊഴമോ അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള യുഗന്ധയൊക്കെ ആയിരിക്കും. പക്ഷെ മഹാഭാരതത്തിൽ പറയുന്ന ഒരു സന്ദർഭം പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അർജുനനാണോ കർണനാണോ എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് ഉത്തരം അർജുനൻ തന്നെയാണ്. സുനിൽ പി ഇളയിടവും മഹാഭാരതം വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോ കർണനെ വധിക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോ എല്ലാം പറയണല്ലോ. കർണനെ വധിക്കുന്ന സമയത്ത് ഈ കർണന്റെ രഥചക്രം മണ്ണിലേക്ക് കൊണ്ടുപോയി നിൽക്കുന്ന സമയമാണ്. അപ്പൊ കർണൻ ഇത് ഉയർത്താൻ വേണ്ടി സമയം ചോദിക്കുന്നുണ്ട്. അപ്പൊ അർജുനൻ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കർണൻ ഇത് ഉയർത്താൻ നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനാണ് പറയുന്നത്, ഇതെന്താ മറ്റേ ODI 2020 മാച്ച് ഒന്നല്ലല്ലോ, ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുകയാണ്, യുദ്ധല്ലേ, യുദ്ധത്തിന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ല. യുദ്ധമാണ്. രാവിലെ ശംഖ് മുഴങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ശംഖ് വിളിക്കുന്നത് വരെയുള്ള സമയം യുദ്ധമാണ്. ഈ സമയത്ത് ബ്രേക്ക് ഒന്നും ഇല്ല, അസ്ത്രം അയച്ചോളൂ എന്ന് പറയും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർണൻ ആ സമയത്ത് കൃഷ്ണനോട് ധർമ്മത്തെ പറ്റി ധാരാളമായിട്ട് ഉപന്യസിക്കുന്നുണ്ട്.
ഇങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണ്, യോദ്ധാവിനെ പാലിക്കേണ്ട ധർമ്മം എന്താണ്, നിരാജനായിട്ടുള്ള ആളെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് അർജുനോട്, ഈ ധർമ്മത്തെ പറ്റി പറയാൻ നിനക്കെന്ത് അധികാരം കർണ? നീ നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടുണ്ടോ? ധർമ്മോ രക്ഷതി രക്ഷിത എന്നുള്ളതാണ് തത്വം. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ രക്ഷിക്കാത്തവരെ രക്ഷിക്കേണ്ട എന്ത് ബാധ്യതയാണ് ധർമ്മത്തിനുള്ളത്? നീ ജീവിതത്തിന്റെ എല്ലാ കാലത്തും നിനക്ക് പാണ്ഡവരോടുള്ള പക കാരണം, അർജുനനോടുള്ള അസൂയ കാരണം, അധർമ്മം പുരുഷാകാരം പൂണ്ട ദുര്യോധനന്റെ കൂടെ അവന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുകടന്നിട്ടുള്ള ആളാണ്. അയാള് ഭിക്ഷയായിട്ട് വെച്ച് നീട്ടിയിട്ടുള്ള അംഗരാജ്യം മേടിച്ചുകൊണ്ട് അയാള് പറഞ്ഞ എല്ലാ തെമ്മാടിത്തരത്തിനും ചൂട്ട് കത്തിച്ച് കിടന്നിരുന്ന ആളാ നീ. ഈ സഭയിൽ വെച്ച് ചൂതുകളി കഴിഞ്ഞതിന് ശേഷം ഈ ദ്രൗപദിയെ സഭയിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ, ദ്രൗപദിയെ കൊണ്ടുവാടാ എന്ന് ദുശാസനോട് ആജ്ഞാപിക്കുന്നത് ആരാ? ആജ്ഞാപിക്കുന്നത് കർണനാണ്. ദ്രൗപദിയെ കൊണ്ടുവരാൻ പറയുന്നത്, ദ്രൗപദിയെ സഭയിൽ വെച്ച് വേശ്യ എന്ന് തുടങ്ങിയിട്ടുള്ള മോശമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാ? കാരണം പണ്ട് സ്വയംവര സമയത്ത് തന്നെ നിഷേധിച്ചു എന്ന് പറയുന്ന പക അത് ഉള്ളിൽ കൊണ്ട് കിടക്കുകയാണ് ദ്രൗപദിയോട് ഇപ്പോഴും. ആ പക തീർക്കാനുള്ള അവസരമായിട്ട് ഈ സന്ദർഭത്തെ ഉപയോഗിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന അജ്ഞാതവാസക്കാലത്ത് ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി വിരാടന്റെ പശുക്കളെ മോഷ്ടിക്കാൻ പോയത്, ഇതൊക്കെ അധർമ്മമായിരുന്നില്ലേ? ഒക്കെ പോട്ടെ, മറ്റേ 18 വയസ്സ് കഴിയാത്ത കുമാരനായിട്ടുള്ള അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിനുള്ളിലിട്ട് ചതിച്ചു കൊന്നത് ഇത് അധർമ്മമാണെന്ന് അർജുനൻ ഈ പറയുന്ന കർണൻ അറിയായിരുന്നില്ലേ? കർണനാണ് പിന്നിന്ന് അമ്പ് ചെയ്തിട്ട് അഭിമന്യുവിന്റെ ഈ വില്ലിന്റെ ഈ ചരട് മുറിച്ചു കളയുന്നത്, പുറകിൽ നിന്ന് അമ്പ് ചെയ്തിട്ട്. അപ്പോ അഭിമന്യുവിനെ കൊല്ലാൻ 18 കഴിയാത്ത കുമാരനായിട്ടുള്ള അഭിമന്യുവിനെ കൊല്ലാൻ കൂട്ടുനിന്നിട്ടുള്ള കുലവധുവായിരുന്ന രജസ്വലയായിരുന്ന ദ്രൗപദിയെ സഭാഗ്രഹത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടെന്ന് അപമാനിച്ചിട്ടുള്ള ഇവരുടെ കള്ളച്ചൂതിനും ഇവരുടെ പശുമോഷണത്തിനും ഉൾപ്പെടെയുള്ള സകല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നിട്ടുള്ള നിനക്ക് ധർമ്മത്തെ പറ്റി പറയാൻ എന്താ അധികാരം? നിനക്കൊരാവശ്യം വരുന്ന സമയത്ത് ധർമ്മം നിന്നെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കാൻ നിനക്കെന്താ അധികാരം? ധർമ്മോ രക്ഷതി രക്ഷിത എന്നുള്ളതാണ് തത്വം. അപ്പോ കർണൻ വലിയ യോദ്ധാവാണ്, കർണൻ മഹാകേമനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ കർണൻ എല്ലാ കാലത്തും എല്ലാ പ്രിവിലേജും കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന സിമ്പതി പക്ഷക്കാരുടെ ഒരു സംഭവം എന്താ അറിയോ? ഇവർക്ക് ഫാക്സ് വെച്ചുകൊണ്ട് യുദ്ധ സന്ദർഭങ്ങൾ വെച്ചുകൊണ്ട് കർണനെ അർജുനനെതിരെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം മുതൽക്കുള്ള ദ്രൗപദി സ്വയംവരം മുതൽക്കുള്ള യുദ്ധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 7 യുദ്ധം നടന്നതിൽ 7 വട്ടം അർജുനനെ ജയിച്ചിട്ടുള്ളൂ, കർണൻ ഒരു തവണ പോലും ജയിച്ചിട്ടില്ല. പിന്നെ ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ ഈ സിമ്പതിയാണ്. അർജുനനെല്ലാം ഉണ്ടായിരുന്നു, കർണൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കർണൻ എന്താ ഇല്ലാതിരുന്നിരുന്നു? കർണൻ എല്ലാ പ്രിവിലേജും കിട്ടി വളർന്നിട്ടുള്ള ആളാണ്. കർണൻ സൂതപുത്രനാണ്. സൂതപുത്രനാണെങ്കിൽ എന്താ, കർണന് എല്ലാ ധനുർവിദ്യ പോലെയുള്ള പരശുരാമന്റെ ശിഷ്യനായിട്ട് പഠിക്കാനുള്ള അവസരം മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ട്. മൂപ്പർക്ക് എന്താണ്, അംഗരാജ്യത്തിന്റെ രാജാവായിട്ടാണ് മൂപ്പരെ ദുര്യോധനൻ വാഴിക്കുന്നത്. ക്ഷത്രിയനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ രാജാവായിട്ടാണ് വാഴിക്കുന്നത്. ഒരു രാജ്ഞിനെയാണ് അദ്ദേഹം കല്യാണം കഴിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മഹാഭാരത യുദ്ധത്തിൽ കൗരവസേനയുടെ, ഈ ലോകത്തുള്ള എല്ലാ മഹാന്മാരും അണിനിരക്കുന്ന കൗരവസേനയുടെ സേനാനായകനായിട്ട് ദ്രോണര് വീണതിന് ശേഷം വാഴിക്കുന്നത് കർണനെയാണ് സേനാനായകനായിട്ട്. അങ്ങനെ എല്ലാ പ്രിവിലേജും കിട്ടി അനുഭവിച്ചു വന്നിട്ടുള്ള ആളാണ്. ഇയാളെ വ്യത്യസ്തനാക്കിയത്. ഓക്കെ, ആ ചേട്ടാ, എന്ത് തന്നെയായിരുന്നാലും നല്ല ഗംഭീരമായിട്ടുള്ള ചർച്ച തന്നെയായിരുന്നു. പക്ഷേ ഈ നാഗ് അശ്വിൻ കർണനെ ഭയങ്കര ഗംഭീരമായിട്ടാണ് ഇതിനകത്ത് പോർട്രേ ചെയ്യുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള പല ആൾക്കാരും ഉണ്ടല്ലോ, അതായത് ഈ വളർന്നു വരുന്ന ഒരു തലമുറ, അവർക്കിടയിലേക്ക് കർണനെ ഇൻജക്ട് ചെയ്യുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള യോദ്ധാവാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു എന്താണ്, അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കലയെയും അതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒന്നും നമ്മൾ ഹനിക്കുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ കർണൻ എന്തായിരുന്നു, കർണൻ ആരായിരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടത്. പിന്നെ ഇവിടെയുള്ള ഈ ഇൻസ്റ്റാഗ്രാം അതിൽ ഞാൻ കാര്യം വേണ്ട, അതിൽ നാഗശ്വിന്റെ അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ആരും നിഷേധിക്കുന്നില്ല. നോക്കൂ, അതിന് ഇപ്പോ മഹാഭാരതത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു, അതുകൊണ്ട് നാഗശ്വിൻ മാപ്പ് പറയണമെന്നോ കൽക്കിയുടെ റിലീസ് അറിയണമെന്നോ ഇവിടെ ആരെങ്കിലും? ഞാൻ കണ്ടു കൽക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ സിനിമ. അതിന്റെ മേക്കിംഗ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് ഞാൻ അതിന്റെ 2ാം ഭാഗം വരുന്നത് വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലൊരു പൊയറ്റിക് ലൈസൻസ് ഉണ്ട്. മഹാഭാരതം എന്ന് പറയുന്നത് അത്രയും ദീർഘമായ, അത്രയും വ്യാഖ്യാന സ്വാതന്ത്ര്യവും സാധ്യതയുമുള്ള ഒരു മഹാ ഇതിഹാസമാണ്. വ്യാസോച്ചിഷ്ടം ജഗത് സർവം എന്നാണ് പറയുക. വ്യാസൻ പറയാത്തതായിട്ടൊന്നും ബാക്കിയില്ല. വ്യാസന്റെ ഉച്ചിഷ്ടാണ് ബാക്കിയുള്ള ലോകത്തിലെ മുഴുവൻ സാഹിത്യവും. അപ്പോ ഇതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനും പലതരത്തിൽ വിശദീകരിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. ഇത് നാഗശ്വിന്റെ ഒരു ടേക്കാണ്. നാഗശ്വിന്റെ ടേക്ക് അങ്ങനെ ആയതിൽ നമുക്ക് എന്താ വിരോധം ഉള്ളത്? അതിൽ നോക്കുക, അതിൽ മഹാഭാരതത്തിന്റെ സന്ദർഭങ്ങളെ നേരെ തലകീഴായിട്ടാണ് നാഗശ്വിൻ വെക്കുന്നത്. മഹാഭാരത യുദ്ധത്തില് ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുള്ള ആളാണ് അശ്വത്ഥാമാവ്. ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യം ചെയ്തിട്ടുള്ള ആളാ. ഗർഭത്തിലിരിക്കുന്ന കുട്ടീനെ കൊല്ലാൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അതേ അശ്വത്ഥാമാവ് ഇവിടെ ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ നേരെ റോൾ റിവേഴ്സലാണ് സംഭവിക്കുന്നത്. അതേപോലെ മഹാഭാരത യുദ്ധത്തിൽ അധർമ്മത്തിന്റെ പക്ഷത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഈ കാലഘട്ടത്തിൽ ധർമ്മത്തിന്റെ പക്ഷത്തേക്ക് വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പക്ഷത്ത് അദ്ദേഹം കർണനെ പ്രതിഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്താ പറയാ പറയാതെ വെക്കുന്ന ഒരു കാര്യം,
മഹാഭാരത യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ നിന്നിരുന്ന പക്ഷമാണ് ധർമ്മപക്ഷം. അതിനെതിരായിട്ടുള്ള അധർമ്മപക്ഷത്ത് നിന്നിരുന്ന ആളായിരുന്നു കർണൻ എന്നുള്ളതൊരു നിഷേധിക്കാൻ കഴിയുന്ന സംഭവമല്ല. മഹാഭാരതത്തിന്റെ ആകെ സന്ദേശം എന്ന് പറയുന്നത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ അതിൽ അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നിരുന്ന ആളാണ് കർണൻ. അത് തന്നെയാണ് കർണന്റെ പോരായ്മ. ഭഗവാൻ തന്നെ നേരിട്ട് നയിച്ചിട്ടുള്ള ഒരു പക്ഷമാണ് അതിലത്തെ ധർമ്മപക്ഷം. ആ പക്ഷത്തിന്റെ നേതാവായിരുന്ന ആളാണ് അർജുനൻ. അതും അനിഷേധ്യമായിട്ടുള്ള കാര്യമാണ്. ആ മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തിൽ ഈ അധർമ്മത്തിന്റെ പരാജയവും ധർമ്മത്തിന്റെ വിജയവുമാണ് സംഭവിച്ചത്. ഇതും അനിഷേധ്യമാണ്. ഇനി നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെ എടുത്തോണ്ട് ഇവരായിരുന്നു ഏറ്റവും കേമം, ഭീഷ്മരായിരുന്നു ഏറ്റവും കേമം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ദ്രോണരായിരുന്നു ഗംഭീരം എന്ന് പറയുന്ന ആളുണ്ട്, ഭീമന് വേണ്ടത്ര അവസരം കിട്ടിയില്ല എന്ന് പറയുന്ന ഭീമസേനന്റെ പക്ഷക്കാര് കുറെ ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ല, ബിംബാരകനായിരുന്നു ഏറ്റവും വലിയ. ബിംബാരകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് മഹാഭാരതത്തില്. ബിംബാരകനായിരുന്നു ഏറ്റവും വലിയ യോദ്ധാവ് എന്ന് പറയുന്ന ആളുണ്ട്. ബിംബാരകൻ എന്ന് പറയുന്നത് ഈ ഘടോത്കചന്റെ മകനാണ്. ബിംബാരകന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബിംബാരകന്റെ ഒരു 2 അസ്ത്രങ്ങളുണ്ട്. ആദ്യത്തെ അസ്ത്രം കൊണ്ട് ബിംബാരകൻ തനിക്ക് ആരെയാണോ സംഹരിക്കേണ്ടത് ആ പക്ഷത്തെ മുഴുവൻ മാർക്ക് ചെയ്യും. രണ്ടാമത്തെ അസ്ത്രം കൊണ്ട് ഈ പക്ഷത്തെ മുഴുവൻ സംഹരിക്കും. ഇതാണ് ബിംബാരകന്റെ വിദ്യ. ബിംബാരകന്റെ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എന്താണ്? താൻ എപ്പോഴും ശക്തി ക്ഷയിച്ചിട്ടുള്ള പക്ഷത്ത് നിന്നിട്ടേ യുദ്ധം ചെയ്യുള്ളൂ. ശക്തന്മാരുടെ കൂടെ ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ ദുർബലന്മാരുടെ പക്ഷത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യുള്ളൂ. അപ്പൊ മഹാഭാരത യുദ്ധം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ലോകത്തെ എല്ലാ സ്ഥലത്തുമുള്ള യോദ്ധാക്കന്മാർ തങ്ങളുടെ പ്രതിഭ തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. അങ്ങനെ ബിംബാരകനും തന്റെ 2 അമ്പും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാൻ. അപ്പൊ മൂപ്പര് നോക്കുമ്പോ എന്താ, കൗരവ പക്ഷത്താണ് കൂടുതൽ അക്ഷൗഹിണികളുള്ളത്, കൂടുതൽ മഹാരഥന്മാരുള്ളത്, കൂടുതൽ സൈന്യം ഉള്ളത്. പാണ്ഡവ പക്ഷം താരതമ്യേന ദുർബലാണ്. എന്നാ പാണ്ഡവന്മാരുടെ കൂടി യുദ്ധം ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ മൂപ്പര് നേരെ പോയിട്ട് ശ്രീകൃഷ്ണനെ കണ്ടു. ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഘടോത്കചന്റെ മകനാണ്, ഞാൻ പാണ്ഡവ പക്ഷത്ത് യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീകൃഷ്ണന് മനസ്സിലായി ഇത് അബദ്ധമാണ്. കാരണം എന്താണ്, ഇയാൾ ഇന്നിപ്പോ ദുർബലന്റെ പക്ഷത്താന്നുകൊണ്ട് ഇയാൾ പാണ്ഡവരുടെ പക്ഷത്ത് നിൽക്കും. ആദ്യത്തെ ദിവസം കൊണ്ട് ഇയാൾ കൗരവ പക്ഷത്തെ മുഴുവൻ നിലപരിശാക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പോ ആരായിരിക്കും ദുർബല പക്ഷം? കൗരവരുടെ പക്ഷമായിരിക്കും. രണ്ടാമത്തെ ദിവസം ഇയാൾ കൗരവരുടെ കൂടി യുദ്ധം ചെയ്യും. അടുത്ത ദിവസം കൊണ്ട് ഇവർ പാണ്ഡവരുടെ പക്ഷത്തെ മുഴുവൻ നിലംപരിശാക്കും. അങ്ങനെ ഇയാൾ 2 പക്ഷവും മാറി മാറി യുദ്ധം ചെയ്ത് 2 കൂട്ടരെയും സർവ്വമായിട്ട് സംഹരിക്കും. ഇതാണ് ഇയാളുടെ പരിപാടി. ഇയാളുടെ 2 അമ്പുണ്ടല്ലോ, ഈ 2 അമ്പിന്റെ ഒരു ശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു ആൽമരം കാണിച്ചിട്ട് ആ ആൽമരത്തിലെ മുഴുവൻ ആലലേനി മാർക്ക് ചെയ്തിട്ട് അസ്ത്രം അയക്കാൻ പറയും ഭഗവാൻ. എന്നിട്ട് മൂപ്പര് സൂത്രത്തിൽ ഒരു ഇല പറിച്ചെടുത്തിട്ട് അത് ആരും കാണാണ്ട് തന്റെ കാലിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെക്കും. ബിംബാരകൻ ആദ്യത്തെ അസ്ത്രം കൊണ്ട് ഈ ആലിന്റെ ഇല മൊത്തം മാർക്ക് ചെയ്തല്ലോ. രണ്ടാമത്തെ അസ്ത്രം അയച്ചപ്പോ ഈ അസ്ത്രം ചെന്നിട്ട് ഈ ആൽമരത്തെ നിശേഷമായിട്ട് നശിപ്പിച്ചു. ആകെ തകർന്നുപോയി. എന്നിട്ട് ഈ അസ്ത്രം ശപിക്കുന്നില്ല. കാരണം ഒരു ഇല ബാക്കിയുണ്ടെന്ന് ഇതിനറിയാം. ഇത് ഈ ഇല തെരഞ്ഞു നടക്കുകയാണ്. അവസാനം ഇത് ഭഗവാന്റെ കാല് തുളച്ചിട്ട് അതിനടിയിലുള്ള ഇലയെ സംഹരിച്ചു. അപ്പോ കൃഷ്ണന് മനസ്സിലായി എന്താണ്, ഇയാളുടെ ഈ അസ്ത്രം എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആണ്. ഇനി ഒരു യോദ്ധാവിനെ നമുക്ക് സംരക്ഷിക്കണം എന്ന് കരുതിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ അസ്ത്രം ഇയാൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളെ തെരഞ്ഞുപിടിച്ച് വന്ന് കൊല്ലും. അപ്പൊ ഇയാൾ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ സർവനാശം എൻഷോർഡ് ആണ് എന്നുള്ള മനസ്സിലായപ്പോ ഒരു വരായിട്ട് അവിടെ നിന്ന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാണ്ടിരിക്കണം എന്ന് പറഞ്ഞു ബിംബാരകനോട്. അങ്ങ് യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടാവില്ല, ധർമ്മത്തിന്റെ വിജയമല്ല, ഇവിടെ സർവനാശമാണ് ഉണ്ടാവുക, അതുകൊണ്ട് അങ്ങ് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. ബിംബാരകൻ തന്റെ തല വെട്ടി കൃഷ്ണനെ സമർപ്പിച്ചു എന്നാണ്. ഈ തലയാണ് എന്ത്, ഈ മലയുടെ മുകളിൽ വെക്കുന്ന ധർമ്മത്തിന്റെ മൂകസാക്ഷി, മഹാഭാരത യുദ്ധത്തിന്റെ സാക്ഷിയായിട്ട് റഫറി ആയിട്ട് ബിംബാരകന്റെ തലയാണ് മലയുടെ മുകളിൽ വെക്കുന്നത്. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ യോദ്ധാക്കന്മാർക്കിടയിൽ തർക്കം സംഭവിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരും ആരാണ് വലിയ യോദ്ധാവ്. അപ്പൊ ഒരാൾ പറയും ഭീമനാണ് വലിയ യോദ്ധാവ്, 100 കൗരവര് ഒറ്റയ്ക്ക് വന്നത് ഭീമനാണ്, ഒരാളെ പോലും വേറൊരാൾക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ഒരാൾ പറയേ അർജുനനാണ് വലിയ യോദ്ധാവ്, എല്ലാ മഹാരഥന്മാരെയും വീഴ്ത്തിയത് കർണൻ, ഭീഷ്മർ, ദ്രോണർ, എല്ലാ മഹാരഥന്മാരെയും വീഴ്ത്തിയത് അർജുനാണ്. അപ്പൊ ചിലര് പറയും കർണനാണ് വലിയ യോദ്ധാവ്, മറ്റേയാളാണ് വലിയ യോദ്ധാവ് എന്നൊക്കെ പറയുമ്പോ അവിടെ നിന്ന് ഈ മലയുടെ മുകളിൽ ഇരുന്നിട്ടുള്ള ബിംബാരകന്റെ തല വിളിച്ചു പറയത്രേ, ശ്രീകൃഷ്ണനാണ് ഏറ്റവും വലിയ യോദ്ധാവ്, അദ്ദേഹമാണ് ഒറ്റയ്ക്ക് ഈ യുദ്ധത്തെ നടത്തിയതും തീർത്തതും, ഈ യുദ്ധത്തെ സംഹരിച്ചത് മുഴുവൻ ഭഗവാൻ ഒറ്റയ്ക്കാണ്. അതാണ് എന്താണ് ആ സാക്ഷി. മഹാഭാരത യുദ്ധത്തിന്റെ കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ് അതാണ്. അപ്പോ ബിംബാരകനാണ് ഏറ്റവും വലിയ യോദ്ധാവ് എന്ന് പറയുന്നവരുണ്ട്. ഇതിനൊക്കെയുള്ള സാധ്യത എവിടെയുണ്ട്. പക്ഷെ നിങ്ങള് മഹാഭാരതത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് വലുത് എന്നാണ് ചോദ്യമെങ്കിൽ, ആരാണ് വലിയ യോദ്ധാവ് എന്നാണ് ചോദ്യമെങ്കിൽ അത് അർജുനനാണ്. നിങ്ങൾ കർണന്റെ ഫാൻസ് ആയിക്കോളൂ, ഭക്തരായിക്കോളൂ, ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിക്കോളൂ, പക്ഷെ ഒരാളെ ആരാധിക്കുക എന്നുള്ളതിന് മറ്റൊരു യോദ്ധാവിനെയോ അല്ലെങ്കിൽ ഒരു ധർമ്മത്തിന്റെ വക്താവിനെയോ പരിഹസിക്കേണ്ട ആവശ്യമില്ല. അത് മറ്റൊരു തരത്തിൽ ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടായി മാറുമ്പോഴാണ് അതിന് പലർക്കും അത് ഒരു എന്താ പറയാ
ധർമ്മം എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അധർമ്മം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ചർച്ചയായിരുന്നു. ഇതുപോലെ നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഇവിടെയുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമുണ്ട്. സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനല്ല, മറിച്ച് 14 കൊല്ലം സീതയെ സംരക്ഷിച്ച് സീതയുടെ ദേഹത്ത് കൈവയ്ക്കാത്ത രാവണനാണ് എന്റെ ഹീറോ എന്ന് പറഞ്ഞു വരുത്തുന്ന വേറെ പല ആൾക്കാരുണ്ട്. 14 വേറൊരു കൊല്ലം കോണ്ടക്സ്റ്റിൽ 14 കൊല്ലമൊന്നുമില്ല. വേറൊരു കോണ്ടക്സ്റ്റ് ചർച്ച ചെയ്യാവുന്നതാണ്. കാരണം ഇതൊരു വലിയൊരു ഇതും ഒരു ഗംഭീരമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു ഇതുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഗംഭീരമായിട്ടുള്ള ചർച്ചയായിരുന്നു. കർണൻ ഫാൻസ് ഇത് കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് കാര്യം മനസ്സിലാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.